ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും SS കരാട്ടെ ആൻഡ് ഫിറ്റ്നസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇപ്പോൾ റോള് ചെയ്യാൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ റോളിങ് വളരെ ഈസി ആക്കാൻ പറ്റുന്ന ഒരു 3 ടൈപ്പ് ഓഫ് റോളിംഗ് ആണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റോള് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ തല ടച്ച് ചെയ്യാതെ വേണം റോള് ചെയ്യാൻ ശ്രമിക്കാറ്. ഡയറക്റ്റായിട്ട് തറയിൽ ചെയ്യാത്തതായിരിക്കും നല്ലത്. മണ്ണ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇപ്പോൾ ബെഡ് ഉണ്ട്, ബെഡിൽ മറിഞ്ഞ് നോക്കാം. ബെഡ് എടുത്ത് കട്ടിലേന്ന് താഴെ ഇട്ടിട്ട് ജസ്റ്റ് മറിഞ്ഞ് നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു യോഗ മാറ്റെങ്കിലും ഉപയോഗിച്ച് ഫസ്റ്റിൽ മറിഞ്ഞ് പഠിച്ചതിന് ശേഷം വേണം നമുക്ക് തറയിൽ ഡയറക്റ്റായിട്ട് മറിഞ്ഞ് നോക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതേപോലെ കൈ കുത്തി നിൽക്കാനായിട്ട് നോക്കുക. എന്നിട്ട് താഴെ കൂടെ ബാക്കിലേക്ക് നോക്കാനായിട്ട് ശ്രമിക്കണം. കൈ ഇങ്ങനെ ടച്ച് ചെയ്ത് കൈ തറയിൽ കുത്തി തല ഇങ്ങനെ ബാക്കിലേക്ക് നോക്കി ഇതേപോലെ ഇങ്ങനെ മറിഞ്ഞ് വരാനായിട്ട് നോക്കാം. ഒരിക്കൽ കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗമായിട്ട് ടച്ച് ചെയ്യാനായിട്ട് നോക്കണം. അതേപോലെ മറിഞ്ഞ് വന്ന് എഴുന്നേറ്റും കൂടെ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ഇപ്പം നമ്മളൊരു ബോള് എടുത്ത് തറയിലേക്ക് എറിയണത് പോലെ മോളിൽ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ ബോൾ ബൗൺസ് ചെയ്യും. അതിനെക്കാട്ടി ഉപരി അത് റോൾ ചെയ്ത് പോകത്തില്ല. നേരെ മറിച്ച് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്ത് അങ്ങോട്ട് സൈഡിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് എറിയണമെന്നുണ്ടെങ്കിൽ ആ ബോൾ ഉരുണ്ട് പോകണത് പോലെ തന്നെ ഉള്ളൊരു സിസ്റ്റം നമ്മൾ ഇവിടെയും കൊണ്ടുവരണം. അതായത് മോളിൽ നിന്ന് താഴേക്ക് വീഴാതെ നമ്മളൊരു സൈഡിൽ നിന്ന് അങ്ങോട്ട് റോൾ ചെയ്ത് വരാനായിട്ട് നോക്കുക. അതും കൂടെ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ റോളിങ് ഞാൻ കാണിച്ചു തരാം. കുറച്ചൊന്ന് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് നോക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഒരു സൈഡ് കൊണ്ട് മറിയാനായിട്ട് നോക്കുക. ഫ്രണ്ടിൽ വെച്ചേക്കണ കാലിൻ്റെ കൈ ഈ ഭാഗത്തായിട്ട് കൊടുക്കുക. ബാക്കിൽ വെച്ചേക്കണ കൈ നേരെ കൊടുക്കാതെ ചരിച്ച് പിടിക്കാനായിട്ട് നോക്കുക. എന്നിട്ട് ഒരു സൈഡ് കൊണ്ട് മറിയാനായിട്ട് നോക്കുക. ഈ പറഞ്ഞതുപോലെ താഴത്തുകൂടെ ബാക്കിലേക്ക് നമ്മൾ നോട്ടം കൊണ്ടുവരിക. എന്നിട്ട് ഒരു സൈഡ് കൊണ്ട് ഇതേപോലെ ഇങ്ങനെ മറിഞ്ഞ് വരാനായിട്ട് നോക്കുക. ഇതേപോലെ തന്നെ നിൽക്കുക. എന്നിട്ട് കണ്ട ഇതേപോലെ പൊങ്ങി എന്നിട്ട് ഒരു സൈഡ് കൊണ്ട് മറിഞ്ഞ് വരാനായിട്ട് നോക്കുക. ഒരു സൈഡ് കൊണ്ട് അങ്ങനെ മറിഞ്ഞ് ശീലിക്കുക. ഇതാണ് രണ്ടാമത്തെ രീതി. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ഒരു മെത്തേഡാണ്. ഇനി മൂന്നാമത്തെ ഒരു റോളിങ് മെത്തേഡാണ്. നമ്മുടെ തലയുടെ ബാക്കിൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് റോൾ ചെയ്യാനായിട്ട് നോക്കും. കൈ ഇങ്ങനെ ഇവിടെ സപ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് ഇപ്പം ചെയ്ത പോലെ തന്നെ കണ്ട ഇതേപോലെ ഈ കൈയും കൂടെ ഒന്ന് കൊടുത്ത് ഇങ്ങനെ മറിഞ്ഞ് വരാനായിട്ട് നോക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ മറിഞ്ഞ് വരിക. കണ്ട ഇതാകുമ്പോൾ നമ്മുടെ കൈ തല പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് കുറേ കൂടെ സേഫ്റ്റി ഉണ്ട്. റോള് ചെയ്ത് നമ്മൾ എഴുന്നേറ്റ് വരണം. അങ്ങനെ അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഈ മാർഷൽ ആർട്സിലൊക്കെ നമുക്ക് റോളിങ്ങൊക്കെ വളരെ ഉപകാരം അല്ലെങ്കിൽ വളരെ ആവശ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ റോൾ ചെയ്ത് താഴെ കിടന്നു പോകുന്ന സെറ്റപ്പിലല്ല, റോൾ ചെയ്ത് നമ്മൾ എഴുന്നേറ്റ് വരണം.